നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. Calculate the mole fraction of ethylene glycol in a solution containing 20% of ethylene glycol by mass. ഒരു സൊല്യൂഷനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഒരു സൊല്യൂഷനിൽ 20% എത്തനോൾ ഉണ്ട്, എത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ട്. അങ്ങനെ എത്തിലീൻ ഗ്ലൈക്കോൾ 20% ഉള്ള ഒരു സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത്തരമൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യേണ്ട കാര്യം ദ ടോട്ടൽ ഓഫ് സൊല്യൂഷനെ 100 gram ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അസ്യൂം 100 gram ഓഫ് സൊല്യൂഷൻ. 100 gram ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതിൽ 20% ആരുണ്ട്? എത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ട്. അതായത് 20 gram എത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ട്. ബാക്കി 80 gram ആരാണ്? 80 gram വാട്ടർ ആണ്. സോ അസ്യൂം 100 gram ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 20 gram ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. എത്തിലീൻ ഗ്ലൈക്കോൾ കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട് C2H6O2. 20 gram ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് 80 gram ഓഫ് വാട്ടർ. ഈ ഒരു സൊല്യൂഷൻ, ഈ ഒരു മിക്സറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 20 gram എത്തിലീൻ ഗ്ലൈക്കോളും 80 gram വാട്ടറും. നമുക്കറിയാം മോൾ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? നമ്പർ ഓഫ് മോൾസും വേണം, ടോട്ടൽ മാസ് അല്ലെങ്കിൽ മോളാർ മാസും വേണം. എങ്ങനെയാണ് മോളാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മോളാർ മാസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. എത്തിലീൻ ഗ്ലൈക്കോൾ കെമിക്കൽ ഫോർമുല C2H6O2. C2H6O2. ഈ ഒരു കോമ്പൗണ്ടിലെ ഓരോ എലമെൻറ്റിൻ്റെയും ആറ്റോമിക് മാസസ് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും അല്ലേ? കാർബണിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. സോ 12 × 2 പ്ലസ് ഹൈഡ്രജൻ്റെ 1 ആണ്. സോ 1 × 6 പ്ലസ് ഓക്സിജൻ്റെ 16 ആണ്. സോ 16 × 2. ഇതെല്ലാം കൂടെ നമുക്ക് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ മോളാർ മാസ് ഓഫ് ദിസ് എത്തിലീൻ ഗ്ലൈക്കോൾ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 62 gram per mol ആണ്. അതായത് മോളിക്കുലാർ മാസ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ മോളാർ മാസ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായി നമുക്ക് ആവശ്യമുള്ളത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H6O2 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇവിടെ മാസ് എത്രയാണ്? മാസ് ഈസ് 20 gram. സോ 20 gram ഡിവൈഡഡ് ബൈ 62 gram മോൾ റേസ് ടു -1. നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഗ്രാമും ക്യാൻസൽ ചെയ്ത് പോകുന്നു. 2 ഡിവൈഡഡ് ബൈ 62. 2 ഡിവൈഡ് ബൈ 62 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.322 മോൾ റേസ് ടു -1 എന്നാണ്. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ കണ്ടുപിടിച്ചു. ഇൻ ദ സിമിലർ വേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറാണ് നമ്മുടെ ഇവിടെ സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ വാട്ടറിനെ പറ്റി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയേണ്ട കാര്യം, ഇവിടെ നമ്മൾ വാട്ടറിനെ എത്രയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? എത്ര മാസ് ഉണ്ട് വാട്ടറിന്? വാട്ടറിൻ്റെ മാസ് എന്ന് പറയുന്നത് 80 gram ആണ്. സോ ഇറ്റ് ഈസ് 80 gram ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ. എങ്ങനെയാണ് മോളാർ മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കുക? നമുക്ക് വളരെ അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഒന്ന് നോക്കാം. വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2O ആണ്. പിന്നെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി ഹൈഡ്രജൻ 1 × 2 പ്ലസ് ഓക്സിജൻ 16. ടോട്ടലി നമുക്ക് പറയുകയാണെങ്കിൽ 2 + 16 അതായത് 18 gram per mol എന്ന് പറയാം വാട്ടറിൻ്റെ മോളാർ മാസ്. വാട്ടറിൻ്റെ മോളാർ മാസ് 18 ആകുമ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദാറ്റ് 18 gram മോൾ റേസ് ടു -1. ഗ്രാമും കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നു. 80 ഡിവൈഡ് ബൈ 18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 4.444 മോൾ റേസ് ടു -1. ഈ ഒരു സ്റ്റെപ്പ് ഉപയോഗിച്ച് മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോളും അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോളും നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറും നമ്മൾ കണ്ടുപിടിച്ചു.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ തന്നിട്ട് ചോദിച്ചിട്ടുള്ളത് മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. അതായത് കൈ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കുക? മോൾ ഫ്രാക്ഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ കൺസിഡറിങ് ദ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കമ്പോണൻസ് വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ എ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H6O2 ഡിവൈഡഡ് ബൈ, അതായത് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ നമ്പർ ഓഫ് മോൾസ് എടുത്തു, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H6O2 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ അല്ലേ? ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H6O2 നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. നമുക്കറിയാവുന്ന വാല്യൂ ആണ് 0.322 മോൾ റേസ് ടു -1 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H6O2 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. നമുക്ക് എങ്ങനെ എഴുതാം? 0.322 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 4.444 മോൾ റേസ് ടു -1. ഇതിൻ്റെ യൂണിറ്റ് മോൾ റേസ് ടു -1. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ആൻസർ. നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ പറയാം. മോൾ റേസ് ടു -1, മോൾ റേസ് ടു -1, മോൾ റേസ് ടു -1. അതുകൊണ്ട് തന്നെ അതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്നു. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0688 എന്നുള്ളതാണ്. ഇത്രയാണ് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സൊല്യൂഷനിൽ പ്രധാനമായിട്ട് 2 കമ്പോണൻസ് ആണുള്ളത്, എത്തിലീൻ ഗ്ലൈക്കോളും വാട്ടറും. എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ എങ്ങനെ വാട്ടറിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കും? നമുക്കറിയാം 2 കമ്പോണൻസ് ഉള്ളൊരു സൊല്യൂഷൻ്റെ സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കൈ ഓഫ് വാട്ടർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? കൈ ഓഫ് വാട്ടർ കണ്ടുപിടിക്കാനായി 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0.0688 1 മൈനസ് 0.0688 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.932. ഈ വാല്യൂ ആണ്, ദാറ്റ് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഈ ഒരു സൊല്യൂഷനിലെ എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെയും വാട്ടറിൻ്റെയും മോൾ ഫ്രാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ 450 ml സൊല്യൂഷൻ. 5 gram സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു 450 ml ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. മൊളാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് മൊളാരിറ്റി കണ്ടുപിടിക്കുക? ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് പാരാമീറ്റർ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ഏത് പാരാമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്? മൊളാരിറ്റി. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, മൊളാരിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ M എന്ന് പറയുന്ന ടേം ആണ്. M ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് moles of solute divided by number of moles of solute divided by volume of solution in liter. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 gram സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് 5 gram സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നതിൻ്റെ അർത്ഥം? ദാറ്റ് ഈസ് മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ NaOH ഈസ് ഈക്വൽ ടു 5 gram എന്ന് തന്നിട്ടുണ്ട്. അടുത്തായി തന്നിരിക്കുന്നത് വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ
is equal to 450 milliliter. 450 milliliterനെ നമ്മൾ ലിറ്ററിൽ കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് മില്ലിലിറ്ററിന് ലിറ്ററിൽ കൺവേർട്ട് ചെയ്യുക. നമുക്കറിയാം 1 liter is equal to 1000 milliliter. അപ്പോൾ അതുകൊണ്ട് തന്നെ മില്ലിലിറ്ററിനെ ലിറ്ററിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ദാറ്റ് ഈസ് 450 ഡിവൈഡഡ് ബൈ 1000 ലിറ്റർ എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം മാസ് ഓൾറെഡി തന്നിട്ടുണ്ട്, മോളാർ മാസ് കണ്ടുപിടിക്കണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, മോളാർ മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. എങ്ങനെയാണ് മോളാർ മാസ് കണ്ടുപിടിക്കുക? അതിൽ സോഡിയത്തിൻ്റെ ആറ്റമിക് മാസ് 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ 40 gram മോൾ റേസ് ടു -1 എന്ന് എഴുതാം. അടുത്തായിട്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH is equal to mass of NaOH divided by molar mass of NaOH. Mass of NaOH ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്, ദാറ്റ് ഈസ് 5 gram ഡിവൈഡഡ് ബൈ മോളാർ മാസ് നമുക്കറിയാം 40 gram മോൾ റേസ് ടു -1. ഇവിടെ ഗ്രാമും ഗ്രാമും ക്യാൻസൽ ചെയ്ത് പോകുന്നു. 5 ഡിവൈഡഡ് ബൈ 40, 5 ഡിവൈഡ് ബൈ 40 നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.125 ആണ്. മോൾ റേസ് ടു -1 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ്, അത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ ഇറ്റ് ചേഞ്ചസ് ടു മോൾ. നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൊളാരിറ്റി കണ്ടുപിടിക്കാം. ദെർഫോർ മൊളാരിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടാണ്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എത്രയാണ്? 0.125 മോൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്, ദാറ്റ് ഈസ് 450 ഡിവൈഡഡ് ബൈ 1000. 450 ഡിവൈഡഡ് ബൈ 1000 ലിറ്റർ. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണം. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0.125 ഡിവൈഡഡ് ബൈ 450 ഇൻറ്റു 1000 എന്ന് എഴുതാം. പിന്നെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.278 മോൾ. ലിറ്റർ ഡിനോമിനേറ്ററിലാണ്, ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ ലിറ്റർ റേസ് ടു -1 എന്ന് എഴുതാം. ഇവിടെ നമ്മളൊരു കൺവേർഷൻ കൂടെ ഓർക്കേണ്ടതുണ്ട്. 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെസിമീറ്റർ ക്യൂബ്. 1 ഡെസിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ലിറ്റർ കൺവേർഷനെ ഡെസിമീറ്റർ ക്യൂബിലേക്കും കൂടെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ആൻസർ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 0.278 മോൾ ഡെസിമീറ്റർ റേസ് ടു -3. ഇത്രയും സ്റ്റെപ്സ് ഉപയോഗിച്ച്, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് 2.5 gram of ethanoic acid in 75 gram of benzene. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊളാലിറ്റിയാണ്. മൊളാലിറ്റി ഇവിടെ സൊല്യൂട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എഥനോയിക് ആസിഡും സോൾവെൻ്റ് എന്ന് പറയുന്നത് ബെൻസോയിക് ആസിഡും ആണ്. 2.5 gram എഥനോയിക് ആസിഡ് 75 gram ബെൻസീനിൽ ഡിസോൾവ് ചെയ്തുണ്ടാകുന്ന ഒരു സൊല്യൂഷൻ്റെ മൊളാലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് മൊളാലിറ്റി. Molality, it is denoted by the term small letter m. Molality, small letter m. എന്താണ് മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് solute
divided by number of moles of solute divided by mass of solvent in kilogram. Mass of solvent in kilogram. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കാം. തന്നിട്ടുള്ളത് മാസ് ഓഫ് എഥനോയിക് ആസിഡ്. മാസ് ഓഫ് എഥനോയിക് ആസിഡ് എത്രയാണ് തന്നിട്ടുള്ളത്? 2.5 gram. ഓക്കെ, സോ മാസ് ഓഫ് എഥനോയിക് ആസിഡ് എന്ന് പറയുന്നത് 2.5 gram എന്ന് തന്നിട്ടുണ്ട്. എഥനോയിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല നമുക്കറിയാം, CH3COOH ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോളാർ മാസ് ഓഫ് എഥനോയിക് ആസിഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മോളാർ മാസ് ഓഫ് എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല CH3COOH ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം അതിൻ്റെ ഫോർമുലേനെ? എത്ര കാർബൺ ആറ്റം ഉണ്ട് നോക്കൂ. ദർ ആർ 2 കാർബൺ ആറ്റം, സോ ഇറ്റ് ഈസ് C2. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. H4, ഓക്സിജൻ 2. അതുകൊണ്ട് തന്നെ ഈ എഥനോയിക് ആസിഡിനെ നമുക്ക് എഴുതാം, ഫോർമുലയായിട്ട് എഴുതാം C2H4O2. C2H4O2 ഇതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് മോളാർ മാസ് കണ്ടുപിടിക്കുക? കാർബണിൻ്റെ ആറ്റമിക് മാസ് 12 ആണ്, ഹൈഡ്രജൻ്റെ 1 ആണ്, ഓക്സിജൻ്റെ 16 ആണ്. സോ മോളാർ മാസ് ഓഫ് എഥനോയിക് ആസിഡ് ഇസ് ഈക്വൽ ടു 12 × 2 + 1 × 4 + ഓക്സിജൻ്റെ 16 ആണ്, 16 × 2. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളാർ മാസ് കിട്ടും. മോളാർ മാസ് 24 + 4 + 32 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60 gram per mole ആണ്, അല്ലെങ്കിൽ 60 gram mole raised to -1 എന്ന് എഴുതാം. അടുത്തായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നമ്മുടെ സോൾവെൻറ്റിനെ പറ്റിയിട്ടാണ്. സോൾവെൻറ്റ് ഇവിടെ ഏതാണ്? സോൾവെൻറ്റ് ബെൻസീൻ ആണ്. മാസ് ഓഫ് സോൾവെൻറ്റ്, അതായത് മാസ് ഓഫ് ബെൻസീൻ എത്രയാണ് തന്നിരിക്കണേ? മാസ് ഓഫ് ബെൻസീൻ തന്നിട്ടുള്ളത് 75 gram എന്നാണ്. ഇവിടെ നമുക്കറിയാം മൊളാലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഓഫ് സോൾവെൻറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കിലോഗ്രാമിലാണ്. സോ വി ഹാവ് ടു കൺവേർട്ട് ദിസ് 75 gram ടു കിലോഗ്രാം. എങ്ങനെയാണ് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കി മാറ്റുക? അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കൺവേർഷൻ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. 1 kilogram is equal to 1000 gram. ഈ ഒരു കൺവേർഷൻ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ 75 ഗ്രാമിനെ കിലോഗ്രാം ആക്കി മാറ്റാൻ. അതായത് 75 gram എന്ന് പറയുന്നത് എത്ര കിലോഗ്രാമാണ്? 75 ഡിവൈഡഡ് ബൈ 1000 അല്ലേ? 75 ഡിവൈഡ് ബൈ 1000 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 75 × 10⁻³ കിലോഗ്രാം എന്ന് എഴുതാം. ഇപ്പം നമുക്ക് എന്തൊക്കെ പാരാമീറ്റേഴ്സ് കിട്ടി? നമുക്ക് മോളാർ മാസ് കിട്ടി, ദെൻ മാസ് ഓഫ് ദ സോൾവെൻറ്റ് കിട്ടി. ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ എഥനോയിക് ആസിഡിൻ്റെ മാസും തന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ്, ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് എഥനോയിക് ആസിഡ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോയിക് ആസിഡ് ഏത് ഇക്വേഷനാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക? മാസ് ഓഫ് എഥനോയിക് ആസിഡ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. Mass of ethanoic acid divided by molar mass of ethanoic acid. എങ്ങനെ എഴുതാം? മാസ് നമുക്ക് ഓൾറെഡി അറിയാം, 2.5 gram ആണ്. മോളാർ മാസ് അറിയാം, 60 gram per mole ആണ്. That is 2.5 gram divided by 60 gram mole raised to -1. ഇവിടെ ഗ്രാമും ഗ്രാമും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നു. 2.5 ഡിവൈഡ് ബൈ 60 നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.0417 മോൾ റേസ് ടു -1. ഈ രീതിയിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോയിക് ആസിഡ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടി. ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മൊളാലിറ്റി ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മൊളാലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. സോ മൊളാലിറ്റി, therefore
molality, small letter m, is equal to എന്താണ് number of moles of solute, അതായത് number of moles of ethanoic acid. നമുക്കറിയാം 0.0417 mole raised to -1 divided by mass of solvent in kilogram. എത്രയാണ് 75 into 10 raised to -3 kilogram. ഇത് നമ്മൾ സോൾവ് ചെയ്യാം. ഈ ഒരു വാല്യൂസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.556. എന്താണ് ഇതിൻ്റെ യൂണിറ്റ്? യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ റേസ് ടു -1 കിലോഗ്രാം റേസ് ടു -1. നമുക്ക് കിട്ടുന്നത് 0.556 മോൾ കിലോഗ്രാം റേസ് ടു -1. ഈ ഒരു രീതിയിൽ നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തായി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ if N2 gas is bubbled through water at 293 Kelvin, how many millimoles of N2 gas should dissolve in 1 liter of water? Assume that N2 exerts a partial pressure of 0.987 bar and given that Henry's law constant for nitrogen gas at 293 Kelvin is 76.48 kilobar. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നൈട്രജൻ ഗ്യാസ് വാട്ടറിലേക്ക് ബബിൾ ചെയ്യുന്നു അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 293 കെൽവിൻ. 293 കെൽവിൻ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നൈട്രജൻ ഗ്യാസിനെ വെള്ളത്തിലേക്ക് ബബിൾ ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് നൈട്രജൻ ഗ്യാസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ 1 ലിറ്റർ ഓഫ് വാട്ടറിൽ എത്ര എമൗണ്ട് നൈട്രജൻ ഗ്യാസ് ഡിസോൾവ് ആവും എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നൈട്രജൻ ഗ്യാസിൻ്റെ എമൗണ്ട് മില്ലി മോൾസിൽ വേണം എക്സ്പ്രസ് ചെയ്യാമെന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നൈട്രജൻ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറും തന്നിട്ടുണ്ട്. നൈട്രജൻ ഗ്യാസിൻ്റെ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റും തന്നിട്ടുണ്ട്. ഈ ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് വേണം? ഈ ഒരു പ്രോബ്ലം ചെയ്യണം. ഇവിടെ പാർഷ്യൽ പ്രഷറും ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റും നൈട്രജൻ ഗ്യാസിന് തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യേണ്ടത് ഹെൻറീസ് ലോയുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. സോ അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ എന്താണ് ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഇൻറ്റു കൈ. ഈ റെപ്രസെൻറ്റേഷനാണ് ഹെൻറീസ് ലോ പ്രകാരം നമുക്ക് എഴുതാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നൈട്രജൻ ഗ്യാസിനെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം കൈ ഓഫ് നൈട്രജൻ, ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് KH അല്ലേ? ഓൾറെഡി നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പാർഷ്യൽ പ്രഷറും ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റും ഓൾറെഡി തന്നിട്ടുള്ളതുകൊണ്ട് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദാറ്റ്. ഇവിടെ പാർഷ്യൽ പ്രഷർ വന്നിരിക്കുന്നത് 0.987 ബാർ ആണ്. എന്നാൽ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് തന്നിരിക്കുന്നത് കിലോ ബാറിലാണ്. കിലോ ബാറിനെ നമ്മൾ എന്താക്കി മാറ്റണം? ബാർ ആക്കി മാറ്റേണ്ടതുണ്ട്. കാരണം പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ബാർ യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 76.48 കിലോ ബാർ എന്നുള്ളതിനെ നമ്മൾ ബാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം എന്ന് പറയുന്ന പോലത്തെ കൺവേർഷൻ തന്നെ നമുക്കിവിടെ ചെയ്യാം. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ വിത്ത് 1000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 76480 ബാർ എന്ന് കിട്ടുന്നു. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ വാല്യൂ കിട്ടും. കൈ വാല്യൂ ഓഫ് നൈട്രജൻ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ നമുക്ക് ലഭിക്കും. ഇതിനെ സോൾവ് ചെയ്താൽ കിട്ടുന്നത് 1.29 ഇൻറ്റു 10 റേസ് ടു -5 ആണ്. ഇത്തരത്തിൽ നമുക്ക് നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടി. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നൈട്രജൻ ഗ്യാസ് 1 ലിറ്റർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന എമൗണ്ട് ആണ് നമുക്കറിയേണ്ടത്.
അതുകൊണ്ട് തന്നെ 1 ലിറ്റർ വാട്ടർ എന്ന് പറയുന്നത് എത്ര മോളാണെന്ന് നമുക്കറിയണം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആസ് 1 ലിറ്റർ ഓഫ് വാട്ടർ കണ്ടെയ്ൻസ് 55.5 mole of it. So that as 1 liter of water contains 55.5 mole of it. ഈ ഇക്വേഷൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാം. കൈ നൈട്രജൻ നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ കമ്പോണൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദാറ്റ് സൊല്യൂഷൻ. സോ നമുക്ക് എഴുതാം N of nitrogen divided by N of nitrogen plus N of water. എത്രയാണ് വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ്? N of water. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജന് നമ്മൾ N മോൾ തന്നെയാണ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. N മോൾ ഡിവൈഡഡ് ബൈ N mol plus 55.5 mol എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടി കൈ ഓഫ് നൈട്രജൻ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ഇസ് ഈക്വൽ ടു N മോൾ ഡിവൈഡഡ് ബൈ N മോൾ പ്ലസ് 55.5 മോൾ എന്ന് കിട്ടി. ഇവിടെ നമ്മളൊരു കൺസിഡറേഷൻ എടുക്കുകയാണ്. ഇവിടെ ഡിനോമിനേറ്ററിലുള്ള N മോളിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. കാരണം എന്താണ്? കാരണം this N mole is very very small as compared to 55.5. So we can write this equation as N mole divided by 55.5 mole എന്ന് എഴുതുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാനുള്ള കാരണം? Since N in denominator N in denominator is neglected. As N is very 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 smaller than 55.5. അതുകൊണ്ട് തന്നെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. നമുക്ക് എഴുതാം കൈ നൈട്രജൻ ഈസ് ഈക്വൽ ടു N മോൾ ഡിവൈഡഡ് ബൈ 55.5 മോൾ. ഓക്കെ, കൈ നൈട്രജൻ നമ്മൾ ഓൾറെഡി എത്രയെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? 1.29 ഇൻറ്റു 10⁵. നമുക്ക് എങ്ങനെ എഴുതാം? therefore N is equal to കൈ നൈട്രജൻ ഇൻറ്റു 55.5 മോൾ. കൈ നൈട്രജൻ എത്രയാണ്? 1.29 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു 55.5 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്നിൻ്റെ വാല്യൂ കിട്ടും. എൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 7.16 ഇൻറ്റു 10⁻⁻4 മോളാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ മോളിലാണ്. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ മില്ലി മോൾസ്. അതുകൊണ്ട് തന്നെ ഇതിന് മില്ലി മോളിലേക്കാക്കി മാറ്റണം. മില്ലി മോളിലേക്കാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് 1 മോൾ ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 മില്ലി മോൾ എന്ന കൺവേർഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 7.16 ഇൻറ്റു 10⁻⁻4 മോളിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? മില്ലി മോളാക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.716 മില്ലി മോൾ. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാവുന്ന. അടുത്തതായി റോൾസ് നോയിലോട് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം ആൻഡ് ഡൈക്ലോറോമീഥെയിൻ at 298 Kelvin are 200 mm of Hg and 415 mm of Hg respectively. Calculate the vapor pressure of the solution prepared by mixing 25.5 gram of
chloroform and 40 gram of dichloromethane at 298 Kelvin. ഇവിടെ തന്നിട്ടുള്ളത് ഒരു ലിക്വിഡ് മിക്സ്ചർ ആയിട്ടുള്ള ക്ലോറോഫോമിനെയും ഡൈക്ലോറോമീഥേനെയും പറ്റിയാണ്. ക്ലോറോഫോം കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് CSCl3. ഡൈക്ലോറോമീഥേൻ കെമിക്കൽ ഫോർമുല CH2Cl2. ഓർക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു ലിക്വിഡ് മിക്സ്ചറിൻ്റെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സൊല്യൂഷൻ ആയി ഫോം ചെയ്യുമ്പോഴുള്ള വേപ്പർ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊന്ന് നോക്കാം. ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് റോൾസ് ലോയിലോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. നമുക്കറിയാം ഏതാണ് ഇക്വേഷൻ? അക്കോർഡിംഗ് ടു റോൾസ് ലോ, P total is equal to P10 plus P20 minus P10 into Chi2 എന്നെഴുതാം. ഈ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷേഴ്സ് അല്ലെങ്കിൽ വേപ്പർ പ്രഷേഴ്സ് ഓഫ് ഡൈക്ലോറോമീഥെയിൻ ആൻഡ് ക്ലോറോഫോം തന്നിട്ടുണ്ട്. അവ ഒന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ P10 എന്ന് പറയുന്നത് ഒരു കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷറാണ്. P20 എന്ന് പറയുന്നത് സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ പ്രഷറാണ്. ഇവിടെ ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് നമുക്ക് ക്ലോറോഫോം എടുക്കാം, സെക്കൻഡ് കമ്പോണൻ്റായിട്ട് ഡൈക്ലോറോമീഥെയിനും എടുക്കാം. അതുകൊണ്ട് തന്നെ P10 is equal to 200 mm of Hg എന്നെഴുതാം. P20 is equal to 415 mm of Hg എന്നെഴുതാവുന്നതാണ്. അതായത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള P10യും P20യും നമുക്ക് കിട്ടി. നമുക്കിനി കിട്ടേണ്ടത് മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണൻ്റ് ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുവേണ്ടി മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. ദെൻ 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് കിട്ടും. അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് വേണ്ടിയുള്ള ഓരോ സ്റ്റെപ്പുകളിലേക്കും പോവാം. അതിനുവേണ്ടി മോളാർ മാസസ്, ഓരോ കമ്പോണൻസിൻ്റെയും മോളാർ മാസ് ആദ്യം കണ്ടുപിടിക്കണം. മോളാർ മാസ് ഓഫ് CSCl3, മോളാർ മാസ് ഓഫ് CSCl3 ഇങ്ങനെ കണ്ടുപിടിക്കാം. കാർബണിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. സോ 12 into 1 പ്ലസ് ഹൈഡ്രജൻ 1 into 1 പ്ലസ് ക്ലോറിൻ 35.5 into 3. ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോളാർ മാസ് ഓഫ് CSCl3 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 119.5 gram per mole എന്ന് എഴുതാം. അടുത്തതായി മോളാർ മാസ് ഓഫ് CH2Cl2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാർബൺ 12, ഹൈഡ്രജൻ 1 into 2 പ്ലസ് ക്ലോറിൻ 35.5 into 2. ഇത് സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് 85 gram മോൾ റേസ് ടു -1 ആണ്. ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം ക്ലോറോഫോം എന്നത് ഫസ്റ്റ് കമ്പോണൻ്റായും ഡൈക്ലോറോമീഥെയിൻ എന്നുള്ളത് സെക്കൻഡ് കമ്പോണൻ്റായും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അതിനുശേഷം വേണം മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് CH2Cl2 is equal to എങ്ങനെ കണ്ടുപിടിക്കാം? പെർട്ടിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അതായത് ഇവിടെ തന്നിരിക്കുന്നത് 40 gram എന്നാണ്. സോ 40 gram ഡിവൈഡഡ് ബൈ 85 gram മോൾ റേസ് ടു -1. അപ്പോൾ എന്ത് കിട്ടും? 40 ഡിവൈഡഡ് ബൈ 85 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു 0.47 മോൾ എന്ന്. അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് അടുത്ത കമ്പോണൻറ്റ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് CSCl3 നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 25.5 gram CSCl3 എന്നാണ്. സോ 25.5 gram ഡിവൈഡഡ് ബൈ 119.5 gram per mole. ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 25.5 ഡിവൈഡ് ബൈ 119.5 നമുക്ക് കിട്ടും 0.213 മോൾ എന്ന്. ഇത്തരത്തിൽ നമ്പർ ഓഫ് മോൾസ് രണ്ട് കമ്പോണൻസിൻ്റെയും കണ്ടുപിടി. സോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്
total number of moles is equal to 0.47 plus 0.213. നമുക്ക് എഴുതാം 0.47 plus 0.213, that is equal to 0.683 mole എന്ന് കിട്ടും. ഇനി നമ്മൾ ഡയറക്റ്റ്ലി മോൾ ഫ്രാക്ഷൻസിലേക്ക് പോവാണ്. ആദ്യത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഓരോ കമ്പോണൻ്റെയും മോൾ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, chi of CH2Cl2. CH2Cl2ൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. CH2Cl2ൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 0.47 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ദറ്റ് ഈസ് ഈക്വൽ ടു 0.683 മോൾ. ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.688. നമുക്കറിയാം ഒരു ബൈനറി സൊല്യൂഷനിൽ രണ്ട് കമ്പോണൻസ് ഉണ്ടെങ്കിൽ അവരുടെ മോൾ ഫ്രാക്ഷൻ്റെ സം എന്ന് പറയുന്നത് 1 ആണ്, അല്ലെങ്കിൽ യൂണിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് CH2Cl2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.688. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് അടുത്ത കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.312 എന്ന് കിട്ടി. ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് ക്ലോറോഫോം 0.312 കിട്ടി. മോൾ ഫ്രാക്ഷൻ ഓഫ് ഡൈക്ലോറോമീഥെയിൻ 0.688 കിട്ടി. ഇവിടെ ക്ലോറോഫോമിനെ ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ടും ഡൈക്ലോറോമീഥെയിനെ സെക്കൻഡ് കമ്പോണൻറ്റുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പി ടോട്ടൽ കണ്ടുപിടിക്കാം? ദെർഫോർ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു, ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, P10 പ്ലസ് P20 മൈനസ് P10 ഇൻറ്റു chi2. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 200 പ്ലസ് 415 മൈനസ് 200 ഇൻറ്റു 0.688 എന്നെഴുതാം. ഈ ഒരു ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്ത് ലാസ്റ്റ് ആൻസർ കണ്ടുപിടിക്കാം. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് 347.9 mm ഓഫ് Hg എന്നാണ്. ഇത്തരത്തിൽ ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ പാർഷ്യൽ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പ്രോബ്ലത്തിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ ഒന്ന് നോക്കാം. നമുക്കറിയാം വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം ആൻഡ് ഡൈക്ലോറോമീഥെയിൻ അറ്റ് 298 Kelvin ആർ 200 mm of mercury and 415 mm of mercury respectively. Calculate the mole fraction of each component in vapor phase. ഓൾറെഡി ഈ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ക്ലോറോഫോമിൻ്റെയും ഡൈക്ലോറോമീഥെയിൻ്റെയും പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ എത്രയാണ്? നമുക്കറിയാം അത് 200 mm Hg ആൻഡ് 415 mm Hg എന്നാണ് തന്നിരിക്കുന്നത്. ഈ രണ്ട് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി ക്ലോറോഫോമിൻ്റെയും ഡൈക്ലോറോമീഥെയിൻ്റെയും മോൾ ഫ്രാക്ഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ലിക്വിഡ് സൊല്യൂഷനിൽ ഇരിക്കുമ്പോഴുള്ള മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, പി ടോട്ടലും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റനിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പൗണ്ട് ഇൻ വേപ്പർ ഫേസ്. വേപ്പർ ഫേസിലായിരിക്കുമ്പോൾ ലിക്വിഡ് സൊല്യൂഷനിൽ വരുന്ന സൊല്യൂട്ടും സോൾവെൻറ്റും വേപ്പർ ഫേസിലേക്ക് ഇരിക്കുന്നു. വേപ്പർ ഫേസിലായിരിക്കുമ്പോഴുള്ള കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കുകയാണ്. വേപ്പർ ഫേസിലിരിക്കുമ്പോൾ ഉള്ള മോൾ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ടോട്ടൽ കോമ്പോസിഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം അതിനുള്ളൊരു ഇക്വേഷൻ. അതിനുള്ള ഇക്വേഷൻ PI ഈസ് ഈക്വൽ ടു YI ഇൻറ്റു പി ടോട്ടൽ എന്ന് നമുക്ക് സൂചിപ്പിക്കാം. ഇവിടെ YI ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ഇൻ ദ വേപ്പർ ഫേസ്. വേപ്പർ ഫേസിലിരിക്കുമ്പോഴുള്ള ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനെയാണ് YI എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ YI ഈസ് ഈക്വൽ ടു PI ഡിവൈഡഡ് ബൈ പി ടോട്ടൽ എന്നെഴുതാം. അതായത് വേപ്പർ ഫേസിലിരിക്കുമ്പോൾ ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയണം? രണ്ട് കാര്യങ്ങൾ അറിയണം. ആ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ അറിയണം, ടോട്ടൽ വേപ്പർ പ്രഷർ അറിയണം.
ഇവിടെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ക്ലോറോഫോമും അതുപോലെ തന്നെ ഡൈക്ലോറോമീഥെയിൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോറോഫോമിൻ്റെയും ഡൈക്ലോറോമീഥെയിൻ്റെയും ലിക്വിഡ് സൊല്യൂഷനിൽ ഇരിക്കുമ്പോഴുള്ള പ്രഷർ, വേപ്പർ പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പി ഓഫ് CHCl3, അതായത് പി ഓഫ് ക്ലോറോഫോം എങ്ങനെ കണ്ടുപിടിക്കാം? പി ഓഫ് ക്ലോറോഫോം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മോൾ ഫ്രാക്ഷൻ ഓഫ് ക്ലോറോഫോം ഇൻറ്റു പ്യുവർ സ്റ്റേറ്റിലിരിക്കുന്നതിൻ്റെ വേപ്പർ പ്രഷർ P0 ഓഫ് CHCl3 ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാവുന്ന ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, കൈ ഓഫ് CHCl3 എന്ന് പറയുന്നത് 0.312 ആണ്, ഇൻറ്റു പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോഴുള്ളത് 200 mmHg ആണ്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് കണ്ടുപിടിക്കാം പ്രഷർ ഓർ വേപ്പർ പ്രഷർ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ക്ലോറോഫോം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 62.4 mmHg ആണ്. അങ്ങനെ നമ്മൾ ക്ലോറോഫോമിൻ്റെ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിച്ചു. അതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഡൈക്ലോറോമീഥെയിൻ CH2Cl2 എങ്ങനെ കണ്ടുപിടിക്കാം? കൈ ഓഫ് CH2Cl2 ഇൻറ്റു P0 ഓഫ് CH2Cl2. കൈ വാല്യൂ എത്രയാണ്? CH2Cl2ൻ്റെ കൈ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 0.688. 0.688 ഇൻറ്റു P0 ഓഫ് ഡൈക്ലോറോമീഥെയിൻ. P0 ഓഫ് ഡൈക്ലോറോമീഥെയിൻ നമ്മൾ ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 415 mmHg. ഈ ഒരു കാൽക്കുലേഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രഷർ ഓഫ് or partial pressure of dichloromethane കിട്ടും. ഇറ്റ് ഈസ് 285.5 mmHg എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വേപ്പർ ഫേസിലുള്ള കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഡാറ്റാസും കിട്ടി. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? വേപ്പർ പ്രഷർ ഇരിക്കുമ്പോഴുള്ള കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് yi ഈസ് ഈക്വൽ ടു PI ഡിവൈഡഡ് ബൈ P ടോട്ടൽ എന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുക നമുക്കൊന്ന് നോക്കാം. നമുക്ക് വേപ്പർ ഫേസിലുള്ള രണ്ട് കമ്പോണൻസായ ക്ലോറോഫോമിൻ്റെയും ഡൈക്ലോറോമീഥെയിൻ്റെയും മോൾ ഫ്രാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, yi ഈസ് ഈക്വൽ ടു PI ഡിവൈഡഡ് ബൈ P ടോട്ടൽ. ആദ്യമായിട്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് ക്ലോറോഫോം CHCl3 ദാറ്റ് ഈസ് ഈക്വൽ ടു PI നമുക്കറിയാം, അതായത് ആ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 62.4 mmHg. P ടോട്ടലും നമുക്കറിയാം. ഓക്കെ, ദാറ്റ് ഈസ് 62.4 mmHg ഡിവൈഡഡ് ബൈ 347.9 mmHg അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ ഓഫ് ക്ലോറോഫോം എന്നുള്ളത് ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.18 ആണ്. അതായത് വേപ്പർ ഫേസിലിരിക്കുമ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസ് വേപ്പർ ഫേസിലിരിക്കുമ്പോൾ അതിലൊരു കമ്പോണൻ്റ് ആയിട്ടുള്ള ക്ലോറോഫോം എത്ര എമൗണ്ട് ഉണ്ട്? 0.18 ഉണ്ട്. ഇതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ഓഫ് CH2Cl2 അല്ലെങ്കിൽ ഡൈക്ലോറോമീഥൈൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി PI ഡിവൈഡ് ബൈ P ടോട്ടൽ എന്ന ഫോർമുലയാണ് നമുക്ക് കൂടെ ഉപയോഗിക്കാം. ക്ലോറോഫോം അല്ല ഡൈക്ലോറോമീഥൈൻ്റെ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ദാറ്റ് ഈസ് 285.5 mmHg ഡിവൈഡഡ് ബൈ 347.9 mmHg. ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡൈക്ലോറോമീഥൈൻ വേപ്പർ ഫേസിലിരിക്കുമ്പോഴുള്ള മോൾ ഫ്രാക്ഷൻ എത്രയാണെന്ന് കിട്ടും. അതായത് 0.82. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? വേപ്പർ ഫേസിലിരിക്കുമ്പോൾ രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ക്ലോറോഫോമും ഡൈക്ലോറോമീഥൈൻ. ക്ലോറോഫോം 0.18ഉം ഡൈക്ലോറോമീഥൈൻ 0.82 ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? വോളറ്റൈൽ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വോളറ്റൈൽ ആയിട്ടുള്ള ഡൈക്ലോറോമീഥൈൻ. എന്താണ് ഡൈക്ലോറോമീഥൈൻ ആണ് കൂടുതൽ വോളറ്റൈൽ എന്ന് പറയാനുള്ള കാരണം? ഇവിടെ വേപ്പർ
പ്രഷർ തന്നിരിക്കുമ്പോൾ തന്നെ അറിയാം 415 mmHg ആണ് ഡൈക്ലോറോമീഥൈൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ക്ലോറോഫോമിനേക്കാളും കൂടുതലാണ് അല്ലേ? അതിനർത്ഥം എന്താണ്? കൂടുതൽ വോളറ്റൈലായ കമ്പോണൻറ്റ് ഡൈക്ലോറോമീഥൈനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ എന്താണ്? കൂടുതൽ വോളറ്റൈലായ ഡൈക്ലോറോമീഥൈനാണ് ക്ലോറോഫോമിനേക്കാളും കൂടുതലായി വേപ്പർ ഫേസിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പറയാം CH2Cl2 or dichloromethane is more volatile than chloroform. It is rich in vapor phase, or we can say that vapor phase is rich with more volatile component. ഇതിൽ നിന്നും കിട്ടുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? The vapor phase is more rich with more volatile components. ഏതാണ് more volatile component? That is ഡൈക്ലോറോമീഥൈൻ. ഡൈക്ലോറോമീഥൈൻ ആണ് വേപ്പർ ഫേസിലിരിക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. The vapor pressure of pure benzene at a certain temperature is 0.850 bar. A non-volatile, non-electrolyte solid weighing 0.5 gram when added to 39 gram of benzene, which is having molar mass 78 gram per mole. Vapor pressure of the solution then is 0.845 bar. What is the molar mass of the solid substance? എന്താണ് ഈ പ്രോബ്ലത്തിൽ ഉദ്ദേശിക്കുന്നത്? ബെൻസീൻ എന്ന് പറയുന്ന സോൾവെൻറ്റിലേക്ക് ഒരു അൺനോൺ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പോൾ ബെൻസീൻ്റെ വേപ്പർ പ്രഷർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, എത്ര എമൗണ്ട് ബെൻസീൻ എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, എത്ര എമൗണ്ട് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടാണ് ആഡ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോഴുള്ള സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ആഡ് ചെയ്യപ്പെട്ട സോളിഡ് സബ്സ്റ്റൻസിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. അതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സൊല്യൂട്ട് എന്നതിനെ 2 എന്നും സോൾവെൻ്റ് എന്നതിനെ 1 എന്നും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ കൺസിഡർ volatile solvent as 1 and non-volatile solute as 2. ഇങ്ങനെ കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നമുക്കൊന്ന് എടുത്തെഴുതാം. ആദ്യമായിട്ട് നോക്കൂ, the vapor pressure of pure benzene at a certain temperature. പ്യുവർ ബെൻസീൻ്റെ വേപ്പർ പ്രഷർ, പ്യുവർ ഫോം നമുക്കറിയാം, ബെൻസീൻ എന്ന് പറയുന്നത് സോൾവെൻ്റ് ആണ്. അതിൻ്റെ പ്യുവർ ഫോം ആയതുകൊണ്ട് വേപ്പർ പ്രഷറിനെ P01 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.850 ബാർ എന്ന് തന്നിരിക്കുന്നു. എ നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് സോളിഡ് weighing 0.5 gram when added to 39 gram of benzene എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് 0.5 gram? 0.5 gram എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് സൊല്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് W2 ഈസ് ഈക്വൽ ടു 0.5 gram. ഇതെന്തിലേക്കാണ് ആഡ് ചെയ്തത്? 39 gram ബെൻസീനിലേക്ക്. അപ്പോൾ എന്താണ് 39 gram? W1 ഈസ് ഈക്വൽ ടു 39 gram എന്ന് എഴുതാം. അതോടൊപ്പം തന്നെ നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, മോളാർ മാസ് ഓഫ് ബെൻസീൻ. മോളാർ മാസ് ഓഫ് ബെൻസീൻ എന്ന് പറയുമ്പോൾ ബെൻസീൻ സോൾവെൻ്റ് ആയതുകൊണ്ട് M1 എന്ന് സൂചിപ്പിക്കാം. M1 ഈസ് ഈക്വൽ ടു 78 gram മോൾ റൈസ് ടു -1 എന്ന് എഴുതാം. വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ദെൻ ഈസ് 0.845. അതായത് സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷമുള്ള വേപ്പർ പ്രഷർ ആയതുകൊണ്ട് P1 എന്ന് സൂചിപ്പിക്കാം. P1 ഈസ് ഈക്വൽ ടു 0.845 ബാർ എന്ന് തന്നിരിക്കുന്നു. ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്?
കണ്ടുപിടിക്കേണ്ടത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനായി നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഇവിടെ വേപ്പർ പ്രഷേഴ്സ് തമ്മിലുള്ള റിലേഷൻസ് ആണ് തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ്? അക്കോർഡിംഗ് ടു റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമുക്ക് എഴുതാം P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01 ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1 എന്ന് എഴുതാം. ഇവിടെ കണ്ടുപിടിക്കേണ്ട ഫാക്ടർ ഏതാണ്? M2 ആണ് അല്ലേ? ബാക്കി എല്ലാ പാരാമീറ്റേഴ്സ് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്രയാണ് P01 എന്ന് പറയുന്നത്? P01 is 0.850 ബാർ മൈനസ് P1 എത്രയാണ്? 0.845 ബാർ ഡിവൈഡഡ് ബൈ 0.850 ബാർ. ഇറ്റ് ഈസ് ഈക്വൽ ടു W2 എത്രയാണ് തന്നിരിക്കുന്നു? 0.5 ഗ്രാം ആണ്. M1 എത്രയാണ് തന്നിരിക്കുന്നു? 78 ഗ്രാം മോൾ റേസ് ടു -1 ആണ്. ഡിവൈഡഡ് ബൈ M2 നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ M2 എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. W1 എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 39 ഗ്രാം. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? M2 കിട്ടും. എന്നൊന്ന് സോൾവ് ചെയ്ത് നോക്കൂ. M2 എത്ര കിട്ടുന്നു എന്ന്? M2 ഈസ് ഈക്വൽ ടു 170 ഗ്രാം മോൾ റേസ് ടു -1 എന്ന് കിട്ടുന്നു. ഇത്തരത്തിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉപയോഗിച്ച് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. 18 gram of glucose is dissolved in 1 kilogram of water in a saucepan. At which temperature will water boil at 1.013 bar? Given kb of water is 0.52 Kelvin kilogram per mole. എന്താണ് ഈ ക്വസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? 18 ഗ്രാം ഗ്ലൂക്കോസ് 1 കിലോഗ്രാം വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചു വെച്ചിരിക്കുന്നു. ഈ ഒരു സൊല്യൂഷനെ ബോയിൽ ചെയ്യുമ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ് ഈ ഒരു സൊല്യൂഷൻ ബോയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി അഡീഷണൽ ഇൻഫർമേഷനായി വാട്ടറിൻ്റെ മൊളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എബ്ലോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള KB വാല്യൂവും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെഷർ ചെയ്യേണ്ടത് എന്താണ്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. ഇതാണ് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അല്ലെങ്കിൽ ഫോർ വാട്ടർ ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയാം അല്ലേ? ഫോർ വാട്ടർ ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള KB വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് KB വാല്യൂ തന്നിരിക്കുന്നത്? KB വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 0.52 കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1 എന്നായി തന്നിരിക്കുന്നു. KB എന്നുള്ളത് വാട്ടറിൻ്റെ എബ്ലോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് ആണ്, അത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊളാലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് സൊല്യൂട്ടിൻ്റെ? ഗ്ലൂക്കോസിൻ്റെ മൊളാലിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 18 ഗ്രാം ഓഫ് ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. അതായത് നമുക്ക് എഴുതാം മാസ് ഓഫ് ഗ്ലൂക്കോസ് ഇസ് ഈക്വൽ ടു 18 ഗ്രാം എന്ന് എഴുതാം. ഇവിടെ ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട് C6H12O6 എന്ന്. ഇതുപയോഗിച്ച് മോളാർ മാസ് കണ്ടുപിടിക്കാം. മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് C6H12O6. നമുക്കറിയാം കാർബണിൻ്റെ ആറ്റമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. സോ 12 × 6 പ്ലസ് ഹൈഡ്രജൻ്റെ 1 ആണ്. 1 × 12 പ്ലസ് ഓക്സിജൻ്റെ 16 ആണ്. 16 × 6. ഇത്രയും കാര്യങ്ങൾ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 180
gram per mole എന്ന് കിട്ടുന്നു. ഇവിടെ മാസും മോളാർ മാസും കിട്ടിയാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈസ് ഈക്വൽ ടു 18 gram divided by 180 gram mole raised to -1. നോക്കൂ, 18 divided by 180 നമുക്ക് എന്ത് കിട്ടും? 0.1 മോൾ എന്ന് കിട്ടുന്നു. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ മൊളാലിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് solute divided by number of moles of solute divided by amount of solvent in kilogram. Amount of solvent in kilogram. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാം. മൊളാലിറ്റി കണ്ടുപിടിക്കാം എങ്ങനെയാണ്? നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നത് 0.1 മോളാണ്. The amount of water 1 kilogram ആണ് തന്നിരിക്കുന്നു. So it is equal to 1 kilogram. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.1 മോൾ കിലോഗ്രാം റൈസ് ടു -1 എന്ന് കിട്ടിയിരിക്കുന്നു മൊളാലിറ്റി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ കയ്യിൽ കെ ബിയുടെ വാല്യൂ ഉണ്ട്, മൊളാലിറ്റിയുടെ വാല്യൂ ഉണ്ട് അല്ലേ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽറ്റ ടി ബി ഓർ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഇസ് ഈക്വൽ ടു കെ ബി എന്ന് പറയുന്നത് 0.52 കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1 ഇൻറ്റു മൊളാലിറ്റി എന്ന് പറയുന്നത് 0.1 മോൾ കിലോഗ്രാം റേസ് ടു -1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടും 0.52 നമുക്ക് കിട്ടുന്നത് 0.052 കെൽവിൻ എന്ന് കിട്ടുന്നു. എന്ത്? ഡെൽറ്റ ടി ബി എന്നത് 0.052 കെൽവിൻ എന്ന് കിട്ടുന്നു. അതായത് വാട്ടർ ബോയിൽസ് അറ്റ്, നമുക്കറിയാം വാട്ടർ ബോയിൽസ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് നിയർലി 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അത് നമ്മൾ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എഴുതാം 373.15 കെൽവിൻ. അതിൽ പ്രഷർ എത്രയാണ്? 1 atm പ്രഷർ അല്ലെങ്കിൽ 1.013 ബാർ പ്രഷർ. അറ്റ് 1.013 ബാർ പ്രഷറിലാണ് പ്യുവർ ആയിട്ടുള്ള വാട്ടർ ബോയിൽ ചെയ്യുന്നത്. ദെർഫോർ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കിട്ടി അല്ലേ? ഡെൽറ്റ ടി ബി കിട്ടി. അതുപോലെ പ്യുവർ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? നമുക്ക് എഴുതാം പ്യുവർ വാട്ടറിൻ്റെ എന്ന് പറയുന്നത് T0B പ്ലസ് ഡെൽറ്റ ടി ബി എന്ന് എഴുതാം. എത്രയാണ് T0B? T0B എന്ന് പറയുന്നത് 373.17 ആണ്. 373.15 കെൽവിൻ പ്ലസ് 0.052 കെൽവിൻ. നമുക്ക് നോക്കൂ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 373.202 കെൽവിൻ എന്നാണ്. ഇത്തരത്തിൽ ഗ്ലൂക്കോസ് ഡിസോൾവ് ചെയ്ത 1 കിലോഗ്രാം വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഈസ് 353.23 Kelvin. When 1.80 gram of a non-volatile solute was dissolved in 90 gram of benzene, the boiling point is raised to 354.11 Kelvin. Calculate the molar mass of the solute. Given Kb for benzene is 2.53 Kelvin kilogram per mole. എന്താണ് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ബെൻസീൻ സോൾവെൻ്റ് ആയിട്ട് എടുത്തു, അതിൻ്റെ
ബോയിലിംഗ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 353.23 ആണ്. ഇതിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് 1.80 ഗ്രാം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു 90 ഗ്രാം ബെൻസീൻ സൊല്യൂഷൻ എടുത്തിട്ട് ബെൻസീൻ സോൾവെന്റ് എടുത്തിട്ട് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കറിയാം, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യപ്പെട്ട ബോയിലിംഗ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്ത സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ ഈ ക്വസ്റ്റിനോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ആദ്യമായിട്ട് ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീനും സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ബെൻസീൻ്റെ ബോയിലിംഗ് പോയിന്റിനെ നമ്മൾ T0B എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ദ പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോഴുള്ള ബോയിലിംഗ് പോയിന്റ് ആണ് 353.23 കെൽവിൻ. അതുപോലെ സൊല്യൂഷൻ ഫോമിലായപ്പോഴുള്ള ബോയിലിംഗ് പോയിന്റ് TB എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 354.11 കെൽവിൻ. ഇവിടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 1.80 ഗ്രാം ആണ് അല്ലേ. ഇവിടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയതുകൊണ്ട് നമുക്കതിനെ എങ്ങനെ കൺസിഡർ ചെയ്യാം? W2 എന്ന് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.80 ഗ്രാമായി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ബെൻസീനിലേക്കാണ്. ബെൻസീൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് W1 എന്നെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഗ്രാം ആണ്. ഇത് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ ആയി തന്നിട്ടുള്ളത് KB ആണ്. KB ഫോർ ബെൻസീൻ ഇസ് ഈക്വൽ ടു 2.53 കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് M2 ആണ്. ദാറ്റ് ഈസ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. എങ്ങനെയാണ് M2 കണ്ടുപിടിക്കുക? M2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ. M2 ഈസ് ഈക്വൽ ടു, ഏതാണ് ഇക്വേഷൻ? 1000 ഇൻറ്റു W2 ഇൻറ്റു KB ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു W1. ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് അറിയാമോ എന്നൊന്ന് നോക്കാം. W2 അറിയാം അല്ലേ. KBയുടെ വാല്യൂ തന്നിട്ടുണ്ട്, W1 തന്നിട്ടുണ്ട്. ഡെൽറ്റ TB നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഡെൽറ്റ TB കണ്ടുപിടിക്കുക? ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു, ഡെൽറ്റ TB എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് ഈക്വൽ ടു TB മൈനസ് T0B. TB വാല്യൂ നമുക്കറിയാം 354.11 കെൽവിൻ മൈനസ് 353.23 കെൽവിൻ. ഈ രണ്ട് ടെമ്പറേച്ചറുകളും തമ്മിൽ, ഈ രണ്ട് ബോയിലിംഗ് പോയിന്റ്സും തമ്മിൽ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കിട്ടും. എത്രയാണെന്ന് നോക്കൂ. നമുക്ക് കാണാം 0.88 കെൽവിൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും കിട്ടി. നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore M2 is equal to 1000 into W2 എത്രയാണ്? 1.80 ഗ്രാം ഇൻറ്റു KB എത്രയാണ്? 2.53 കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB നമ്മൾ കണ്ടുപിടിച്ചു 0.88 കെൽവിൻ ഇൻറ്റു W1 കണ്ടുപിടിച്ചു 90 ഗ്രാം ആണ്. ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് നമ്മൾ സോൾവ് ചെയ്യുക. എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഏതൊരു ഇക്വേഷനിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിത്ത് യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടും 58 ഗ്രാം മോൾ റേസ് ടു -1. അല്ലെങ്കിൽ നമുക്ക് പറയാം M2 ഈസ് ഈക്വൽ ടു 58 ഗ്രാം പെർ മോൾ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് M2 എന്ന ടേം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. M2 ഈസ് ഈക്വൽ ടു 58 ഗ്രാം പെർ മോൾ. ഇത്തരത്തിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് ആഡ് ചെയ്യപ്പെട്ട നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തൊരു പ്രോബ്ലം നോക്കാം.
45 gram of ethylene glycol is mixed with 600 gram of water. Calculate the freezing point depression and the freezing point of the solution. Given Kf of water is equal to 1.86 Kelvin kilogram per mole. ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അതായത് 45 ഗ്രാം എത്തിലീൻ ഗ്ലൈക്കോള് 600 ഗ്രാം വാട്ടറിൽ മിക്സ് ചെയ്തിരിക്കുന്നു. ആ ഒരു സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദാറ്റ് സൊല്യൂഷനും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് എത്തിലീൻ ഗ്ലൈക്കോളാണ്. സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 45 ഗ്രാം എന്ന് തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ W2 ഈസ് ഈക്വൽ ടു 45 ഗ്രാം എന്ന് എഴുതാം. വാട്ടർ സോൾവെൻ്റ് ആയതുകൊണ്ട് W1 ഈസ് ഈക്വൽ ടു 600 ഗ്രാം എന്നും എഴുതാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സൊല്യൂട്ട് എന്ന് പറയുന്നത് എത്തിലീൻ ഗ്ലൈക്കോൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. മോളാർ മാസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട് C6H6O2. അങ്ങനെ കണ്ടുപിടിക്കാം. കാർബണിൻ്റേത് 12 × 6+, ഹൈഡ്രജൻ്റേത് 1 × 6+, ഓക്സിജൻ്റേത് 16 × 2. ഇത്രയും കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കിട്ടും. അതായത് 62 ഗ്രാം മോൾ റേസ് ടു -1 എന്ന് കിട്ടുന്നു. ഇത്രയും പാരാമീറ്റേഴ്സാണ് ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ഡിപ്രഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ? ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ΔTF ആണ്. നമുക്കറിയാം ΔTF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി, അല്ലേ? മൊളാലിറ്റി അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ M എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ സൊല്യൂട്ടിൻ്റെ മൊളാലിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് മൊളാലിറ്റി കണ്ടുപിടിക്കുക? Molality is equal to number of moles of solute divided by mass of water in kilogram. ഈ രീതിയിൽ ആദ്യം മൊളാലിറ്റി കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് ΔTF കണ്ടുപിടിക്കാം, അല്ലേ? മൊളാലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ ടേംസ് ആണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണം. ആദ്യമായിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ആണ്. മാസ് എത്രയാണ് തന്നിരിക്കുന്നു? 45 ഗ്രാം ആണ് തന്നിരിക്കുന്നു. മോളാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 62 ഗ്രാം മോൾ റേസ് ടു -1. നോക്കൂ, ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. നമ്പർ ഓഫ് മോൾസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.73 മോളാണ്. നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി എന്താണ് നമുക്ക് കിട്ടേണ്ടത്? മാസ് ഓഫ് വാട്ടർ ഇൻ കിലോഗ്രാം. നോക്കാം. മാസ് ഓഫ് വാട്ടർ ഇൻ കിലോഗ്രാം. കിലോഗ്രാമിൽ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇവിടെ വാട്ടറിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത് 600 ഗ്രാം എന്നാണ്. സോ 600 ഗ്രാം ഡിവൈഡഡ് ബൈ 1000 ഗ്രാം കിലോഗ്രാം റേസ് ടു -1. ഈ കൺവേർഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് വാട്ടർ കിട്ടും. മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 0.6 കിലോഗ്രാം എന്ന് കിട്ടുന്നു. ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും കിട്ടി, മാസ് ഓഫ് സോൾവെൻറ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് വാട്ടർ ഇൻ കിലോഗ്രാമും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മൊളാലിറ്റി കണ്ടുപിടിക്കാം. ദെർഫോർ മൊളാലിറ്റി സ്മോൾ ലെറ്റർ M ഈസ് ഈക്വൽ ടു കിട്ടിയിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 0.73 മോൾ ഡിവൈഡഡ് ബൈ 0.6 കിലോഗ്രാം. ഈ കാൽക്കുലേഷൻ ചെയ്യാം. 0.73 ഡിവൈഡ് ബൈ 0.6 കിലോഗ്രാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 മോൾ കിലോഗ്രാം റേസ് ടു -1 എന്ന് കിട്ടുന്നു. നമുക്ക് മൊളാലിറ്റി കിട്ടി,
മൊളാലിറ്റി കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് ഡെൽറ്റ ടി എഫ് കണ്ടുപിടിക്കുക? നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി അല്ലേ? കെ എഫ് ഓഫ് വാട്ടർ എത്രയാണ്? കെ എഫ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1.86 കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1 ഇൻറ്റു മൊളാലിറ്റി കിട്ടിയിരിക്കുന്നത് 1.2 മോൾ കിലോഗ്രാം റേസ് ടു -1. ഈ ഒരു കാൽക്കുലേഷൻ്റെ ഫലമായി നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ദ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. എത്രയാണ് കിട്ടുക? ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു 1.86 ഇൻറ്റു 1.2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.2 കെൽവിൻ എന്ന് കിട്ടുന്നു. ഇത്തരത്തിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ സെക്ഷൻ ഒന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് ടി എഫ് എന്ന് സൂചിപ്പിക്കാം അല്ലേ? ടി എഫ് കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി ഡെൽറ്റ ടി എഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 2.2 കെൽവിൻ എന്ന് കിട്ടിയിരിക്കുന്നു. ഇതിൽ നിന്നും ടി എഫ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഫ്രീസിംഗ് പോയിന്റിൽ നിന്ന് ഡെൽറ്റ ടി എഫ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടി എഫ് എന്ന വാല്യൂ കിട്ടും. ടി എഫ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഫ്രീസിംഗ് പോയിന്റിൽ നിന്ന് ഡെൽറ്റ ടി എഫ് മൈനസ് ചെയ്യാം. എങ്ങനെയാണ് പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കിട്ടുന്നത്? നമുക്കറിയാവുന്ന പോലെ തന്നെ വാട്ടർ ഏത് ടെമ്പറേച്ചറിലാണ് ഫ്രീസ് ആകുന്നത്? വാട്ടർ എന്ന് പറയുന്ന പ്യുവർ സബ്സ്റ്റൻസ് 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ആകുന്നു. അതുകൊണ്ട് തന്നെ 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ആകുന്നു എന്ന് പറഞ്ഞാൽ കെൽവിൻ ടെമ്പറേച്ചറിലേക്ക് എഴുതുമ്പോൾ ഏതാണ്? 0 + 273.15 ദാറ്റ് ഈസ് ഈക്വൽ ടു 273.15 കെൽവിൻ ആണ്. നമുക്ക് എന്ത് കിട്ടി? ടി എഫ് 0 കിട്ടി. ഡെൽറ്റ ടി എഫ് നമുക്കറിയാം. എന്താണ് ഡെൽറ്റ ടി എഫ്? ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് 2.2 കെൽവിൻ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ടി എഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ദെർഫോർ ടി എഫ് ഈസ് ഈക്വൽ ടു 273.15 കെൽവിൻ മൈനസ് 2.2 കെൽവിൻ. സിമ്പിൾ ആയിട്ടുള്ള സബ്സ്ട്രാക്ഷനാണ്. സബ്സ്ട്രാക്ട് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? 270.95 കെൽവിൻ എന്ന് കിട്ടുന്നു. ഇത്തരത്തിൽ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷനും കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷനും കണ്ടുപിടിച്ചു. അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. 1 gram ഓഫ് നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട് dissolved in 50 gram of benzene lowered the freezing point of benzene by 0.40 Kelvin. The freezing point depression constant of benzene is 5.12 Kelvin kilogram per mole. Find the molar mass of the solute. ഇവിടെ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. ഒരു നോൺ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സൊല്യൂട്ട് 1 gram എടുത്ത് 500 gram ബെൻസീൻ എന്ന് പറയുന്ന സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ സംഭവിച്ചിരിക്കുന്നു. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എത്രയാണ്? 0.40 കെൽവിൻ ആണ്. എങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റും തന്നിട്ടുണ്ട് 5.12 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഇത്രയും പാരാമീറ്റേഴ്സ് തന്നതിൽ നിന്ന് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, ഏത് സൊല്യൂട്ടാണ് ആഡ് ചെയ്തത് നമുക്കറിയില്ല, ആ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് നോക്കാം എന്തെല്ലാം പാരാമീറ്റേഴ്സാണ് ഈ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നതെന്ന്. നമുക്കറിയാവുന്ന പോലെ തന്നെ 1 gram സൊല്യൂട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനെ W2 എന്നെടുക്കാം. W2 ഈസ് ഈക്വൽ ടു 1 gram എന്ന് തന്നിരിക്കുന്നു. 50 gram എന്ന് പറഞ്ഞിരിക്കുന്നത് ബെൻസീൻ ആണ്, ഇതൊരു സോൾവെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ W1 ഈസ് ഈക്വൽ ടു 50 gram എന്ന് എഴുതാവുന്നതാണ്. അതോടൊപ്പം KF വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് KF? KF വാല്യൂ ഈസ് ഈക്വൽ ടു 5.12 കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1 ആണ്. ഇത്രയും പാരാമീറ്റേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെൽറ്റ TF, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0.40 കെൽവിനുമായി തന്നിരിക്കുന്നു.
ഇതിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ M2 വാല്യൂ ആണ്. ഇങ്ങനെയാണ് M2 വാല്യൂ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. M2ഉം KFും ഡെൽറ്റ TFും എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. ആ ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. M2 ഈസ് ഈക്വൽ ടു KF ഇൻറ്റു W2 ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF ഇൻറ്റു W1. നമുക്കറിയാവുന്ന പോലെ തന്നെ നമുക്കറിയാവുന്ന എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. KFൻ്റെ വാല്യൂ നമുക്കറിയാം 5.12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. W2 എന്നുള്ളത് 50 ഗ്രാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF എന്നതിന് 0.40, W1 എന്നുള്ളത് 1 ഗ്രാം എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ വാല്യൂ കിട്ടും. അതായത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 256 ഗ്രാം പെർ മോൾ എന്നാണ് ആൻസർ ലഭിക്കുക. ഇത്തരത്തിൽ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് M2? M2 എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. Therefore, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു 256 ഗ്രാം പെർ മോളാണ്. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 200 centimeter cube of an aqueous solution of a protein contains 1.26 gram of protein. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar. Calculate the molar mass of the protein. ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണിത്. ഇവിടെ ഒരു അക്വസ് സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്. അതിൽ എത്ര ഗ്രാം സൊല്യൂട്ട് അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഏത് ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. 200 സെൻറ്റിമീറ്റർ ക്യൂബ്. എന്താണ് 200 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് ഉദ്ദേശിക്കുന്നത്? വോളിയമാണ് അല്ലേ? സോ വോളിയം ഇസ് ഈക്വൽ ടു 200 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇവിടെ എപ്പോഴും നമ്മൾ വോളിയം റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ലിറ്ററിലാണ്. അതുകൊണ്ട് തന്നെ സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യാനായിട്ട് 200 ഡിവൈഡ് ബൈ 1000. അപ്പോൾ എന്ത് വരും? 0.200 ലിറ്റർ എന്നെഴുതാം വോളിയം. അതുകൂടാതെ തന്നിരിക്കുന്ന അടുത്ത പാരാമീറ്റർ നോക്കൂ. ദ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 1.26 ഗ്രാം ഓഫ് പ്രോട്ടീൻ. എന്താണ് 1.26 ഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത്? വെയ്റ്റ് ഓഫ് അല്ലെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ടാണ്. ദാറ്റ് ഈസ് W2 1.26 gram. The osmotic pressure of a solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar. അതായത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് 2.57 into 10 raised to minus 3 bar എന്ന് തന്നിരിക്കുന്നു. ടെമ്പറേച്ചർ എത്രയാണ്? 300 Kelvin എന്ന് തന്നിരിക്കുന്നു. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ അഥവാ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇതുപയോഗിച്ച് എങ്ങനെയാണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്കറിയാവുന്ന ഇക്വേഷൻ നമുക്ക് എടുക്കാം. M2 ഈസ് ഈക്വൽ ടു W2 RT ഡിവൈഡഡ് ബൈ പൈ V എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ M2 എന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ M2 കിട്ടാനായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് വേണം? W2 നമുക്കറിയാം, ടെമ്പറേച്ചർ അറിയാം, പൈ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എത്രയാണ് തന്നിട്ടുണ്ട്, വോളിയവും അറിയാം. ഇതിൽ ഒരു ടേം മാത്രം മിസ്സിംഗ് ആണ്. ഏതാണ് ആ ടേം? R അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ പ്രഷറിൻ്റെ ടേംസിലുള്ള അല്ലെങ്കിൽ പ്രഷർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. R is equal to 0.083 ലിറ്റർ ബാർ പെർ മോൾ പെർ കെൽവിൻ എന്ന് നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഡയറക്റ്റായിട്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W2 എന്ന് നോക്കൂ. W2 എന്ന് പറയുന്നത് 1.26 ഗ്രാം ആണ്. R എന്ന് പറയുന്നത് 0.083 ലിറ്റർ ബാർ
per mole, that is mole raised to -1, Kelvin raised to -1 into temperature എന്ന് പറയുന്നത് 300 Kelvin divided by pi അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട് 2.57 into 10 raised to -3 ബാർ ആണ്. വോളിയം ലിറ്ററിലുള്ള വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0.200 ലിറ്റർ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിനെ സോൾവ് ചെയ്യാം. ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 61,022, അതായത് 61,022 gram per mole ആണ്. വലിയൊരു വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ. നമുക്കറിയാം പ്രോട്ടീൻ എന്ന് പറയുന്നത് മാക്രോ മോളിക്കുലാർ സൈസുള്ള മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ അവയുടെ മാസ് കൂടുതലായിരിക്കും. ഇത്തരത്തിൽ മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻസ് പോലെയുള്ള മാക്രോ മോളിക്യൂൾസിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നതാണ്. 2 gram of benzoic acid dissolved in 25 gram of benzene show a depression in freezing point equal to 1.62 Kelvin. Molar depression constant for benzene is 4.9 Kelvin kilogram per mole. What is the percentage association of acid? It forms dimer in solution. എന്താണ് ഈ ക്വസ്റ്റിനോട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നു 2 gram of benzoic acid dissolves in 25 gram of benzene. 2 gram benzoic acid എന്ന് പറയുന്ന സൊല്യൂട്ട് 25 gram ബെൻസീൻ എന്ന സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഒരു ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് സംഭവിക്കുന്നു. അതിൻ്റെ വാല്യൂ 1.62 Kelvin എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൊളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓഫ് ബെൻസീനും നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് അസോസിയേഷൻ ഓഫ് benzoic acid? It forms a dimer in the solution. ഈ ഒരു സൊല്യൂഷനിൽ ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സൊല്യൂട്ടായിട്ടുള്ള ബെൻസോയിക് ആസിഡിൻ്റെ പെർസെൻറ്റേജ് അസോസിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 gram of benzoic acid added to 25 gram of benzene എന്ന് വന്നിരിക്കുന്നു. 2 gram എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മാസാണ്, 25 gram എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ മാസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം W2 ഈസ് ഈക്വൽ ടു 2 gram എന്നും W1 ഈസ് ഈക്വൽ ടു 25 gram എന്നും എഴുതാം. ഇതുകൂടാതെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് 1.62 Kelvin. എന്താണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ടേം? നമുക്കറിയാം ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു 1.62 Kelvin. അതുപോലെ മൊളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് KF എന്നതിന് 4.9 Kelvin കിലോഗ്രാം പെർ മോൾ എന്ന വാല്യൂ തന്നിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ആൽഫ ആണ്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ആൽഫയാണ് അസോസിയേഷൻ ഓഫ് ബെൻസോയിക് ആസിഡ് ആസ് എ സൊല്യൂട്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആൽഫ ഡിഗ്രി ഓഫ് അസോസിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വളരെ പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമുള്ളത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണല്ലേ. അപ്പോൾ എങ്ങനെയാണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുക? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മൊളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ആണ്, അതായത് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീസിംഗ് പോയിന്റിലെ ഡിപ്രഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊളാർ മാസ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാം M2 ഈസ് ഈക്വൽ ടു, ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്? KF ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു ഡെൽറ്റ TF എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. നമുക്കറിയാവുന്ന ടേംസ് എല്ലാം. KF എന്ന് പറയുന്നത് 4.9 Kelvin കിലോഗ്രാം മോൾ റേസ് ടു -1 ഇൻറ്റു W2 2 gram ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 1000 gram പെർ കിലോഗ്രാം ഡിവൈഡഡ് ബൈ W1 എന്ന് പറയുന്നത് 25 gram, ഡെൽറ്റ TF എന്ന് പറയുന്നത് 1.62 Kelvin. ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോളാർ മാസ് കിട്ടും. മോളാർ മാസ് എന്ന് പറയുന്നത് 241.98
gram per mole ആണ് കിട്ടുന്നത്. ഈ മോളാർ മാസ് എന്താണ് സൂചിപ്പിക്കുന്നത്? ദിസ് റെപ്രസെൻറ്റ്സ് ദ എക്സ്പെരിമെൻറ്റ് മോളാർ മാസ്, അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ആൻ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എക്സ്പെരിമെൻ്റൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് is equal to 241.98 gram mole raised to -1. ഇനി ഇത്തരത്തിൽ സാധാരണയായിട്ട് നോർമൽ മോളാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോർമൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഏതാണ്? നമ്മുടെ സൊല്യൂട്ട് ബെൻസോയിക് ആസിഡ് ആണ്, C6H5COH. ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓരോ ആറ്റത്തിൻ്റെയും ആറ്റോമിക് മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. കാർബൺ നമുക്കറിയാം ആറ്റോമിക് മാസ് 12 ആണ്. 12 × 6 പ്ലസ് ഹൈഡ്രജൻ 1 ആണ്. 1 × 5 പ്ലസ് കാർബൺ 12, ഓക്സിജൻ 16, നെക്സ്റ്റ് ഓക്സിജൻ ഓൾസോ 16 ആൻഡ് ഹൈഡ്രജൻ 1. ആഡ് ചെയ്യാം. 72 പ്ലസ് 5 പ്ലസ് 12 പ്ലസ് 16 പ്ലസ് 16 പ്ലസ് 1. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇത്തരത്തിൽ ഉള്ള നമ്മുടെ സൊല്യൂട്ടായിട്ടുള്ള ബെൻസോയിക് ആസിഡിൻ്റെ നോർമൽ മോളാർ മാസ് കിട്ടുന്നു. നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത് 122 gram per mole ആണ്. അപ്പോൾ നമുക്ക് എന്തോ കണ്ടുപിടിച്ചു? നമ്മുടെ സൊല്യൂട്ടായിട്ടുള്ള ബെൻസോയിക് ആസിഡിൻ്റെ എക്സ്പെരിമെൻ്റൽ രീതിയിലുള്ള മോളാർ മാസും അതുപോലെ തന്നെ നോർമൽ മോളാർ മാസും കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ നമുക്ക് പറയാം നോർമൽ മോളാർ മാസ് ആൻഡ് അബ്നോർമൽ മോളാർ മാസ് രണ്ടും കിട്ടി. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഡിഗ്രി ഓഫ് അസോസിയേഷൻ ഓഫ് ബെൻസോയിക് ആസിഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ബെൻസോയിക് ആസിഡ് മോളിക്യൂൾസിന് അസോസിയേഷൻ നടക്കുന്നതെന്ന് നോക്കാം. അറ്റ് ഇക്വിലിബ്രിയം വി ക്യാൻ കൺസിഡർ the association of benzoic acid molecules. എങ്ങനെയാണ് ബെൻസോയിക് ആസിഡിൻ്റെ അസോസിയേഷൻ നടക്കുക നോക്കാം. C6H5COH ഇതാണ് ബെൻസോയിക് ആസിഡ്. 2 moles of benzoic acid associated to form a dimer. ഇതൊരു ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇത് 2 മോളിക്യൂൾസ് ജോയിൻ ചെയ്തിട്ട് ഒരു ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു കൺസിഡറേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഡിഗ്രി ഓഫ് അസോസിയേഷൻ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇഫ് എക്സ് റെപ്രസെൻസ് ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബെൻസോയിക് ആസിഡ് സൊല്യൂട്ടിൻ്റെ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് ആയിട്ട് എക്സ് എന്ന് കൺസിഡർ ചെയ്യുന്നു. ഡിഗ്രി ഓഫ് അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് കൺസിഡേർഡ് ആസ് എക്സ്. ദെൻ വി വുഡ് ഹാവ് 1 minus x unassociated molecules. x ആണ് ഡിഗ്രി ഓഫ് അസോസിയേഷൻ എങ്കിൽ നമുക്ക് അൺഅസോസിയേറ്റഡ് ഫോം എത്രയുണ്ടാവും? അൺഅസോസിയേറ്റഡ് ഫോം 1 minus x and associated ഫോമോ x/2 as associated. x/2 as associated moles of solute at equilibrium. നോക്കാം എന്താ നമ്മൾ പറഞ്ഞേ? we are considering that x represents the degree of association of solute molecules. Then we would have 1 minus x unassociated form and associated molecules of x/2 at equilibrium. So total number of particles at equilibrium എത്രയാണ്? Therefore total number of particles at equilibrium is എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ അസോസിയേറ്റഡും ഉണ്ട് അൺഅസോസിയേറ്റഡും ഉണ്ട് അല്ലേ? ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മാണ് എന്ത്?
ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതായത് 1 മൈനസ് എക്സ് പ്ലസ് എക്സ് ബൈ 2. ദാറ്റ് ഈസ് നമുക്ക് എഴുതാം 1 മൈനസ് എക്സ് പ്ലസ് എക്സ് ബൈ 2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 മൈനസ് എക്സ് ബൈ 2 എന്ന്. ഇത്തരത്തിൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് കിട്ടി. എന്നാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ദസ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, total number of solute at equilibrium is equal to ആർക്ക് ഈക്വൽ ആണ്? വാൻ ഹോഫ്സ് ഫാക്ടർ. ദാറ്റ് ഈസ് ഐ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്തിന്? വാൻസ് ഹോഫ് ഫാക്ടർ. എന്തിന് ഈക്വലൻ്റ് ആണ്? ഐക്ക് ഈക്വലൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ 2. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് ബൈ 2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അല്ല, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ബൈ 2 അല്ല, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഐ കണ്ടുപിടിക്കണം. ഐ ഒന്ന് കണ്ടുപിടിക്കാം. എന്താണ് ഐ? ബട്ട് ഐ ഈസ് ഈക്വൽ ടു, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൻ ഹോഫ് ഫാക്ടർ ആണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഐ ഈസ് ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. നോർമൽ മോളാർ മാസ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 122 gram per mole divided by 241.98 gram per mole. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഐ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.504 എന്നാണ് കിട്ടുന്നത്. അതായത് ഐ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഐ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ എങ്ങനെയാണ് എക്സ് ബൈ 2 കണ്ടുപിടിക്കുക? ഫ്രം ദിസ് ഇക്വേഷൻ വി നോ ദാറ്റ് എക്സ് ബൈ 2 ഈസ് ഈക്വൽ ടു 1 മൈനസ് ഐ. That is equal to 1 minus 0.504. 1 minus 0.504 എത്രയാണ് ആൻസർ വരുന്നത്? 0.496. ഓക്കെ, ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കൂ. എക്സ് ഈസ് ഈക്വൽ ടു 0.496 ഇൻറ്റു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നു? 0.992. എന്താണ് ഈ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ degree of association of benzoic acid. So we can say that degree of association of benzoic acid is equal to 0.992. ഇത്തരത്തിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാവുന്നതാണ്. 0.6 ml of acetic acid is having a density 1.06 gram per milliliter. It is dissolved in 1 liter of water. The depression in freezing point observed for the strength of acid was 0.0205 degrees Celsius. Calculate the Van Hoff factor and dissociation constant of acid. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം 0.61 milliliter of acetic acid അതിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1.06 gram per milliliter. ഇത് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിച്ചിരിക്കുകയാണ്. അങ്ങനെ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ മിക്സ് ചെയ്യുമ്പോൾ ദർ ഇസ് എ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഇസ് ഒബ്സർവ്ഡ്. ഇവിടെ എത്രയാണ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിൻ്റെ വാൻ ഹോഫ് ഫാക്ടറും ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്തരത്തിലുള്ള പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണോ അതൊക്കെ ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം. ആദ്യമായിട്ട് വോളിയം ഓഫ് അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ വോളിയം ഓഫ് സൊല്യൂട്ട്. വോളിയം ഓഫ് സൊല്യൂട്ട് 0.61 milliliter എന്ന് തന്നിരിക്കുന്നു. അതുപോലെ ഡെൻസിറ്റി അതായത് മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു 1.06 gram per milliliter. രണ്ട് കാര്യങ്ങളുണ്ട്. വോളിയം ഡെൻസിറ്റി തന്നിരിക്കുന്നു,
വോളിയം ഡെൻസിറ്റി തന്നാൽ മാസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? therefore mass is equal to density into volume അല്ലേ? ഇപ്പോൾ 0.61 into 1.06. ഇതിൻ്റെ ഡെൻസിറ്റിയും വോളിയവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. മാസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു 0.636 ഗ്രാം എന്ന് എഴുതാം. ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ മാസ് ഓഫ് അസറ്റിക് ആസിഡ് ആണ്. ഇതുപോലെ മോളാർ മാസ് ഓഫ് അസറ്റിക് ആസിഡ് എന്ന് കണ്ടുപിടിക്കാം. മോളാർ മാസ് ഓഫ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിൻ്റെ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? CH3COH. അപ്പോൾ 12 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 12 പ്ലസ് 16 പ്ലസ് 16 പ്ലസ് 1. ആറ്റമിക് മാസസ് എല്ലാം എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോളാർ മാസ് കിട്ടും. മോളാർ മാസ് ഓഫ് അസറ്റിക് ആസിഡ് ഈസ് 60 ഗ്രാം പെർ മോൾ. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മാസ് കിട്ടി, മോളാർ മാസും കിട്ടി. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ നമ്മൾ ഡെൽറ്റ TF എന്ന് പറഞ്ഞ ടേം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ ഈസ് ഒബ്സർവ്ഡ് ഫോർ ദിസ് സ്ട്രെങ്ത് ഓഫ് ആൻ ആസിഡ് വാസ് 0.0205 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിരിക്കുന്നു. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സോൾവെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? വാട്ടർ ആണ് അല്ലേ? വാട്ടർ ആണെങ്കിൽ മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് KF എത്രയാണെന്ന് അറിയാം നമുക്ക്. 1.86 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഇതാണ് നമ്മുടെ KF വാല്യൂ എന്നറിയാം. ഈ KF വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡെൽറ്റ TF കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് മൊളാലിറ്റിയുടെ ആവശ്യം നമുക്കുണ്ട്. എന്നാൽ മൊളാലിറ്റി കണ്ടുപിടിക്കണമെങ്കിലോ നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ്. നമ്പർ ഓഫ് മോൾസിനെ N എന്ന് സൂചിപ്പിക്കാം. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. മാസ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, മോളാർ മാസ് നമുക്കറിയാം. അതായത് 0.636 ഗ്രാം ഡിവൈഡഡ് ബൈ 60 ഗ്രാം പെർ മോൾ. 0.636 ഗ്രാം ഡിവൈഡ് ബൈ 60 ഗ്രാം പെർ മോൾ. ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 0.0106 മോൾ എന്ന് കിട്ടുന്നു. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് കിട്ടിയാൽ നമുക്ക് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. മൊളാലിറ്റി ഓർ സ്മോൾ ലെറ്റർ M. എന്താണ് മൊളാലിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് അല്ലേ? അപ്പോൾ 0.0106 മോൾ ഡിവൈഡഡ് ബൈ 1 കിലോഗ്രാം. ഇറ്റ്സ് അഗെയിൻ ഈസ് ഈക്വൽ ടു 0.0106 മോൾ പെർ കിലോഗ്രാം എന്ന് കിട്ടുന്നു. ഇവിടെ നമുക്ക് മൊളാലിറ്റിയും കിട്ടി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡെൽറ്റ TF കണ്ടുപിടിക്കാം. ഡെൽറ്റ TF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ KF ഇൻറ്റു മൊളാലിറ്റി. KF ഫോർ വാട്ടർ 1.86 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. മൊളാലിറ്റി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.86 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ഇൻറ്റു 0.0106 mole per Kelvin. By substituting KF and molality, നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ TF വാല്യൂ കിട്ടും 0.0197. ഇവിടെ കിലോഗ്രാം ക്യാൻസൽ ചെയ്ത് പോകുന്നു, മോൾ ക്യാൻസൽ ചെയ്ത് പോകുന്നു. നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു 0.0197 കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ TF നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടുത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ വാൻ ഹോഫ് ഫാക്ടർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വാൻ ഹോഫ് ഫാക്ടർ I ഈസ് ഈക്വൽ ടു ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കണം. ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീനെയാണ്? ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് അല്ലേ? സോ ഒബ്സർവ്ഡ്
freezing point divided by calculated freezing point. Observed freezing point calculated freezing point തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാൻ ഹോഫ് ഫാക്ടർ ഐ കിട്ടും. കാൽക്കുലേറ്റഡ് ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഡെൽറ്റ ടി എഫ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. എന്താണ് ഒബ്സർവ്ഡ് ഫ്രീസിംഗ് പോയിന്റ്? ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഒബ്സർവ്ഡ്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 0.0205 ഡിഗ്രി സെൽഷ്യസ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദാറ്റ് 0.0205 ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് എന്ന് പറയുന്നത് 0.0197. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ കിട്ടും. വാൻ ഹോഫ് ഫാക്ടർ ഈസ് 1.041. ഇതൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ കാൽക്കുലേറ്റ് ദ വാൻ ഹോഫ് ഫാക്ടർ ആൻഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിച്ചത്? വാൻ ഹോഫ് ഫാക്ടർ കിട്ടുന്നതെങ്കിൽ എന്ത് വേണം? ഡെൽറ്റ ടി എഫ് കണ്ടുപിടിക്കണം, മൊളാലിറ്റി കണ്ടുപിടിക്കണം, ദെൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കാം? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അതിനെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിച്ചു. അടുത്തായിട്ട് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് അസറ്റിക് ആസിഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി അസറ്റിക് ആസിഡിനെ പറ്റി ഒന്ന് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം അസറ്റിക് ആസിഡ് ഈസ് എ വീക്ക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ അസറ്റിക് ആസിഡ് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അസറ്റിക് ആസിഡ് CH3COH ഡിസോസിയേറ്റ് ചെയ്യുന്നു. CH3COO മൈനസും H+ ആയിട്ട് മാറുന്നു എന്നറിയാം. ഇവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ N മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. പ്രൊഡക്റ്റ് 0 ആണ്. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ദ അൺറിയാക്റ്റഡ് അസറ്റിക് ആസിഡിനെ നമുക്ക് N×1 - X എന്ന് സൂചിപ്പിക്കാം. അതുപോലെ ഫോം ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിനെ N എന്ന് NX എന്നും സൂചിപ്പിക്കാം. ഇത്തരത്തിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിയാക്റ്റഡും അതുപോലെ റിയാക്റ്റഡിൻ്റെയും സം ആയിരിക്കും. അപ്പോൾ ദസ് total number of particles is equal to N×1 - X plus NX plus NX. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. N - NX plus NX plus NX മൈനസ് NXും പ്ലസ് NXും ക്യാൻസൽ ചെയ്ത് കളയാം. N എന്നുള്ളത് കോമൺ ഫാക്ടറാണ്. 1 + X എന്ന് എഴുതാം. നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ളത് N×1 + X എന്ന് കിട്ടുന്നു. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഐ അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടറും തമ്മിൽ എന്താണ് റിലേഷൻ? വാൻ ഹോഫ് ഫാക്ടർ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N×1 + X ഡിവൈഡ് ബൈ N ആണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ടോട്ടൽ N നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളതിൽ ഇവിടെ റിയാക്ഷൻ നടന്ന് ഇക്വിലിബ്രിയത്തിലെത്തിയപ്പോൾ N×1 + X ബാക്കിയുണ്ട്. സോ N×1 + X ഡിവൈഡഡ് ബൈ N ആണ് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ Nഉം Nഉം ക്യാൻസൽ ചെയ്ത് പോയാൽ 1 + X എന്ന് കിട്ടുന്നു. ഓർ വി ക്യാൻ സേ വാൻ ഹോഫ് ഫാക്ടർ ഐ ഈസ് ഈക്വൽ ടു 1 + X എന്ന് എഴുതാവുന്നതാണ്. ഇവിടെ എന്താണ് X? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് X എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ X ഈസ് ഈക്വൽ ടു I - 1 എന്ന് എഴുതാം. I - 1 എന്ന് എഴുതാം. I അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 1.041 - 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കിട്ടും. ഇറ്റ് ഈസ് 0.41 എന്ന് കിട്ടുന്നു. ഇനി നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള
ഈ ഒരു ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള Ka ആണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് അസറ്റേറ്റ് അയോണും H+ അയോണും ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ കമ്പോണൻറ്റിൻ്റെയും കോൺസെൻട്രേഷൻസ് എത്രയാണെന്ന് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് CH3COOH അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് എത്രയാണെന്ന് നോക്കൂ. എത്രയാണ്? N×1 - X ആണ്. N×1 - X അല്ലേ? N×1 - X സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N എന്ന് പറയുന്നത് 0.0106 ആണ്. 0.0106 ഇൻറ്റു 1 - X എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 0.41. ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺസെൻട്രേഷൻ ഓഫ് അസറ്റിക് ആസിഡ് കിട്ടും. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് CH3CO- അസറ്റേറ്റ് അയോൺ എങ്ങനെ കണ്ടുപിടിക്കാം? NX ആണ് സൂചിപ്പിക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് NX. N എന്ന് പറഞ്ഞാൽ 0.0106 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 0.41. ഇതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് H+ എങ്ങനെ കണ്ടുപിടിക്കാം? കോൺസെൻട്രേഷൻ ഓഫ് H+ ഓൾസോ NX ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0106 ഇൻറ്റു 0.41. ഇത്രയും പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു ആസിഡ് ആയതുകൊണ്ട് തന്നെ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Ka എന്നാണ്. എങ്ങനെയാണ് Ka കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ കാണാവുന്ന പോലെ തന്നെ അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് അസറ്റേറ്റ് അയോണും H+ അയോണും ആയിട്ട് മാറുന്നു. അതുകൊണ്ട് Ka എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Ka is equal to concentration of acetate ion into concentration of H+ ion whole divided by concentration of acetic acid. ഇവിടെ നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് അസറ്റിക് ആസിഡും കോൺസെൻട്രേഷൻ ഓഫ് അസറ്റേറ്റ് അയോണും അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസും ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ്. എന്ത് കിട്ടും? 0.0106 ഇൻറ്റു 0.041 ഇൻറ്റു 0.0106 ഇൻറ്റു 0.041 whole divided by 0.0106 into 1 minus 0.041. ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് Ka വാല്യൂ അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നു. ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ഓഫ് അസറ്റിക് ആസിഡ് Ka വാല്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. Ka is equal to 1.86 into 10 raised to -5 എന്ന് കിട്ടുന്നു. ഇതാണ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ഓഫ് അസറ്റിക് ആസിഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ വാൻ ഹോഫ് ഫാക്ടറും അതുപോലെ തന്നെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും.